വെൽക്കം ടു ലിസബത്ത് സ്വർഡ്. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ബർഗർ പാറ്റീസാണ്. ഇപ്പോൾ ഞാൻ ഫിഷ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അത് ടിന്നിൽ വരുന്ന ട്യൂണ ഫിഷ് വെച്ചിട്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത്, എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടതെന്ന് നമുക്ക് നോക്കാം. ഇതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് പറയാം. ഒരു പിടി മല്ലിയില വേണം, പിന്നെ ക്യാപ്സിക്കം വേണം. അതിപ്പോൾ നിങ്ങൾക്ക് ഒരു കളർ ഇട്ടാലും മതി. ഞാനിവിടെ 3 കളർ എടുത്തിട്ടുണ്ട്. അതെല്ലാം ഓരോ ചെറിയ പീസ് വീതം മതി. പിന്നെ 3 അല്ലി വെളുത്തുള്ളി, ഒരു പച്ചമുളക്, ഒരു ചെറിയ സവാളയുടെ പകുതി, പിന്നെ കുരുമുളക് പൊടി വേണം. അത് നമ്മൾ ടേസ്റ്റിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. അതുപോലെ ലെമൺ ജ്യൂസ് വേണം. ലെമൺ ജ്യൂസ് ഞാനൊരളവ് പറയുന്നില്ല, നമ്മളത് മിക്സ് ചെയ്തിട്ട് പാകത്തിന് പുളിപ്പ് നോക്കി നമ്മളത് ഒഴിക്കുക. പിന്നെ ഒരു 1/4 ടൊമാറ്റോ ചെറുതായിട്ട് അരിഞ്ഞത്, പാകത്തിന് ഉപ്പ് നമുക്ക് ഫിഷിലുണ്ടാവും കുറച്ച്, എന്നാലും നമ്മൾ നോക്കിയിട്ട് കുറച്ച് ചേർക്കേണ്ടി വരും. 2 ട്യൂണ ഫിഷ്, ടിന്നിൽ വരുന്ന ഫിഷാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ 2 മുട്ട വേണം. വറുക്കാൻ ആവശ്യത്തിന് ഓയിൽ ഇപ്പം ഇതിന് ഒലിവ് ഓയിലോ അല്ലെങ്കിൽ കോൺ ഓയിലോ സൺഫ്ലവർ ഓയിലോ ഇതൊക്കെ ആയിരിക്കും നന്നായിരിക്കുക. ആദ്യം നമുക്ക് ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം ഒന്ന് ചോപ്പ് ചെയ്തെടുക്കാം. ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടിടാം. ടൊമാറ്റോ നമുക്ക് സീഡൊക്കെ കളഞ്ഞിട്ട് വേണമെങ്കിൽ ഈ ചോപ്പ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ ഇട്ട് ചോപ്പ് ചെയ്യാം. അല്ലെങ്കിൽ അരിഞ്ഞെടുക്കുകയാണെങ്കിൽ വളരെ നൈസായിട്ട് വേണം നമ്മൾ അരിഞ്ഞെടുക്കാൻ. അല്ലെങ്കിൽ നമ്മളിത് ഷേപ്പ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ടായിട്ട് വരും. ഇൻഗ്രീഡിയൻസ് എല്ലാം നന്നായിട്ട് ചോപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഞാനൊരു കാര്യം പറയാൻ മറന്നുപോയി. 2 പീസ് ബ്രെഡ് വേണം കേട്ടോ നമുക്ക്. അത് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. ബ്രെഡ് നന്നായിട്ട് പൊടിച്ചിട്ടുണ്ട്. അത് നമുക്ക് ഇതിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ഈ ഫിഷിൻ്റെ വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞിട്ട് എടുക്കാം. വെള്ളമായി ഒട്ടും പാടില്ല കേട്ടോ. നമുക്ക് ഇതെല്ലാം ഡ്രെയിൻ ചെയ്ത് കളയാം. ഇതിൽ കുറച്ചുകൂടെ വെള്ളമുണ്ട്. ഞാനതൊന്ന് കൈ വെച്ചിട്ടൊന്ന് പിഴിഞ്ഞ് കളയാൻ പോവാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇപ്പം മീൻ നന്നായിട്ട് പൊടിച്ചിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് ഏകദേശം ഒരു 1/4 കിലോയോളം വരും. ഇനി മുട്ടയൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അരിഞ്ഞു വെച്ചിരിക്കുന്ന ടൊമാറ്റോ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ഇടാം. അപ്പം നിങ്ങളുടെ ഒരു എരിവിനനുസരിച്ച് വേണം. നമ്മളൊരു പച്ചമുളക് ഇട്ടിട്ടുണ്ട്, ഇടാം. പിന്നെ കുറച്ച് ലെമൺ ജ്യൂസ് നോക്കിയിട്ട് വേണമെങ്കിൽ പിന്നെ ഇടാം. ഉപ്പ് നമുക്ക് ലാസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ബ്രെഡ് ക്രംസ് ഇടാം. ഒരു പകുതി ഇട്ട് കൊടുക്കാം. ഇനി അടിച്ചു വെച്ചിരിക്കുന്ന മുട്ട കുറച്ച് ഞാൻ ഇതിൽ വെച്ചേക്കുവാണേ. നോക്കിയിട്ട് കുഴച്ചിട്ട് നമുക്ക് നോക്കി അതനുസരിച്ച് ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഇതിലേക്കൊരു കുറച്ച് ഉപ്പിടുവാണേ. ഉപ്പുണ്ടോ ഒരു വിധം, ഒരു പൊടിക്കിട്ടാൽ മതിയോ. ഇനി മുട്ട ഇരിക്കുന്ന ബാക്കിയും കൂടെ അങ്ങ് ഒഴിച്ചു കൊടുക്കുക. കുറച്ചുകൂടെ ഇല്ലുള്ളൂ, അതോടെ ഒഴിച്ചാൽ. ഞാൻ കുറച്ച് ലെമൺ ജ്യൂസും കൂടെ ഒഴിച്ചു കൊടുക്കുകയാണേ. ഇതങ്ങ് ഒഴിക്കാം. അപ്പോൾ അതിന് ബ്രെഡ് ക്രംസും കൂടെ ബാക്കി ഇടുകയാണ്. ഇപ്പോൾ നമ്മൾ എടുത്തു വെച്ച 2 മുട്ടയും ബ്രെഡ് ക്രംസും എല്ലാം ഇട്ടു കേട്ടോ.
ബ്രെഡ് ക്രംസും മുട്ടയൊക്കെ നമ്മൾ നോക്കി വേണം ഇടാൻ, കുറേശ്ശെ വേണം ഇട്ട് കൊടുക്കാൻ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് ഉരുട്ടാൻ പാകത്തിനുള്ള ഒരു നനവ് ഇതിനുണ്ടാകാൻ പാടുള്ളൂ. ഇപ്പോൾ പാകത്തിന് ഉപ്പും എരിവും പുളിപ്പും എല്ലാം ഉണ്ട്. ഇനി നമുക്കിതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കണം. ആദ്യം നമുക്ക് ഇതെല്ലാം ഒന്ന് ഏകദേശം ഒരേ വലിപ്പത്തിനൊന്ന് ഉരുട്ടി വയ്ക്കാം. എല്ലാം ബോൾസ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഷേപ്പ് ചെയ്ത് വറുത്തെടുക്കാം. ഇത് നമുക്ക് ഷേപ്പ് ചെയ്യുക അപ്പം തന്നെ നമുക്ക് ഓയിലിലേക്ക് ഇട്ട് കൊടുക്കാം. പാൻ ചൂടായിട്ടുണ്ട്, നമുക്കിതിൽ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഒത്തിരി ഓയിൽ വേണ്ട, ചെറുതായിട്ട്. ഓക്കെ, ഇത്ര ഓയിൽ മതി. ഇത് ഷാലോ ഫ്രൈ ആണ്, അതുകൊണ്ട് നമ്മൾ അതനുസരിച്ചുള്ള ഓയിൽ മതി, കുറച്ച് മതി. ഓയിൽ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലപോലെ ഫ്ലെയിം കുറച്ച് വയ്ക്കാം. ഇനി കയ്യിൽ ഇച്ചിരി നല്ല വൃത്തിയായിട്ട് കഴുകിയിട്ട് നമുക്ക് ഇച്ചിരി ഓയിൽ തൂത്ത് കൊടുക്കാം കൈക്ക്. അത് കഴിഞ്ഞിട്ട് ഓരോ ബോൾസ് എടുക്കുക, ഷേപ്പ് ചെയ്യുക. നല്ല റൗണ്ടാക്കിയിട്ട് നമ്മൾ ഇങ്ങനെ ഇതുപോലെ ഒന്ന് പരത്തുക. സൈഡൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ഇപ്പം ഞാൻ ഏകദേശം ഷേപ്പ് ആക്കിയിട്ടുണ്ട്. ഈ സൈഡ് നമ്മൾ ഇതുപോലെ ഒന്ന് ഒതുക്കി കൊടുക്കണം, എന്നാലാണ് നല്ലൊരു ഷേപ്പ് വരത്തുള്ളൂ. കേട്ടോ. ഓക്കെ, ഇനി നമുക്കിത് ഓയിലിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനൊരു സമയം 4 എണ്ണം വീതമാണ് ഫ്രൈ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ 4 എണ്ണം റെഡിയാക്കി പാനിലിട്ട് കഴിഞ്ഞിട്ട് ഫ്ലെയിം കുറച്ച് കൂട്ടി വയ്ക്കണം, ഒത്തിരി കൂട്ടരുത്. ആദ്യമായിട്ട് നമുക്കൊന്ന് മറിക്കാം. മൂത്ത് വരുന്നുണ്ട് കേട്ടോ, ശ്രദ്ധിച്ച് വേണം മറിക്കാൻ. 1-2 തവണയൊക്കെ മറിച്ചിട്ട് കൊടുക്കാൻ കേട്ടോ. കൂട്ടണം. ഇപ്പം ഞാനൊരു പ്രാവശ്യം എല്ലാം മറിച്ചിട്ടതാണ്. നമ്മൾ ഇടയ്ക്കിടയ്ക്കൊന്ന് ചെക്ക് ചെയ്യണം. 1-2 തവണയൊക്കെ മറിക്കേണ്ടി വരും. ആയി വരുന്നേ ഉള്ളൂ. ഇപ്പോൾ 2 സൈഡും നല്ലോണം മുരിഞ്ഞിട്ടുണ്ട്. ഞാനിനി ഇതെടുക്കുകയാണ്. ഫ്ലെയിം ഓഫ് ചെയ്യാൻ പോകും. എണ്ണ ഒക്കെ ഒന്ന് ചിരിച്ച് വയ്ക്കാം, കുറച്ച് എണ്ണ പോട്ടെ. ടിഷ്യൂവിലേക്ക് നമ്മൾ വെക്കുകയാണെങ്കിൽ എണ്ണ കുറച്ചായാലും വെക്കുള്ളൂ. നമുക്കിനി ഇതുപോലെ ബാക്കിയുള്ളതും കൂടെ വറുത്തെടുക്കാം. ഇപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിരിക്കുകയായിരുന്നു. ഇത് ഇട്ടതിന് ശേഷം നമുക്കൊരു കുറച്ച് ഫ്ലെയിം കൂട്ടാം, ഒത്തിരി കൂട്ടരുത്, അപ്പോൾ കരിഞ്ഞു പോകും. ഫിഷ് ബർഗർ പാറ്റീസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് നമുക്ക് ഫ്രഷ് മീനിൽ ചെയ്യാവുന്നതാണ്. അപ്പോൾ മീൻ നന്നായിട്ട് മിൻസ് ചെയ്തതിന് ശേഷം വേണം ചെയ്യാൻ. ഇത് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാവും. അപ്പം നമുക്കിത് ഇതുപോലെ തന്നെ കഴിക്കാം, അല്ലെങ്കിൽ നമുക്ക് ബണ്ണൊക്കെ ഉണ്ടെങ്കിൽ ബർഗറായിട്ട് ആ രീതിയിലും കഴിക്കാവുന്നതാണ്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ കാണണം, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.